A can do a work in 10 days and B can do it in 15 days. How long will they take if both work together? ഇവിടെ രണ്ടാളുകൾ എ അതുപോലെ ബി, ഇവർ രണ്ടുപേരും ഒരു ജോലി ചെയ്യുന്നു. എയ്ക്ക് ഈ ജോലി ചെയ്തു തീർക്കാൻ 10 ദിവസം വേണം, 10 ദിവസം. ബിക്ക് ഇതേ ജോലി ചെയ്തു തീർക്കാൻ 15 ദിവസം വേണം. അങ്ങനെയെങ്കിൽ ഇവർ രണ്ടുപേരും ഒരുമിച്ച് ജോലി ചെയ്താൽ ജോലി എത്ര ദിവസം കൊണ്ട് തീരും എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ നമുക്ക് ഷോർട്ട് കട്ട് ഉണ്ട്. അതായത് എയ്ക്ക് എക്സ് ദിവസങ്ങളും ബിക്ക് വൈ ദിവസങ്ങളുമാണ് ജോലി ചെയ്തു തീർക്കാൻ വേണ്ടതെന്ന് കരുതുക. അങ്ങനെയെങ്കിൽ രണ്ടുപേരും ഒരുമിച്ച് ജോലി ചെയ്താൽ എക്സ് വൈ ബൈ എക്സ് പ്ലസ് വൈ ദിവസങ്ങൾ കൊണ്ട് ജോലി ചെയ്തു തീരും. ഓർക്കുക, എയ്ക്ക് എക്സ് ദിവസങ്ങളും ബിക്ക് വൈ ദിവസങ്ങളുമാണ് ഈ ജോലി ചെയ്തു തീർക്കാൻ വേണ്ടതെന്ന് കരുതുക. അങ്ങനെയെങ്കിൽ ഇവർ രണ്ടുപേരും ഒരുമിച്ച് ജോലി ചെയ്താൽ എക്സ് വൈ ബൈ എക്സ് പ്ലസ് വൈ ദിവസങ്ങൾ കൊണ്ട് ജോലി ചെയ്തു തീരും. അപ്പോൾ ഇവിടെ എയ്ക്ക് 10 ദിവസം, അപ്പോൾ എക്സിന് 10 എന്ന് വാല്യൂ കൊടുക്കുക. ബിക്ക് 15 ദിവസമാണ് വേണ്ടത്, വൈക്ക് 15 എന്നും കൊടുക്കുക. ഈ വാല്യൂസ് ഇവിടെ കൊടുക്കുമ്പോൾ 10 ഗുണം 15 ബൈ 10 പ്ലസ് 15 എന്ന് വരും. 15 10 150. അപ്പോൾ 150 ബൈ 10ഉം 15ഉം കൂടെ കൂട്ടിയാൽ 25. 150നെ 25 കൊണ്ട് ഹരിച്ചാൽ 6. അപ്പോൾ രണ്ടുപേരും കൂടി 6 ദിവസം കൊണ്ട് ജോലി ചെയ്ത് തീർക്കും. ശരി ഉത്തരം ഓപ്ഷൻ ഡി, 6 days. വാട്ട് ഈസ് ദി ഏരിയ ഓഫ് എ റൈറ്റ് ആംഗിൾഡ് ഐസോസ്ലസ് ട്രയാങ്കിൾ വിത്ത് എ ലാർജർ സൈഡ് 2 സെൻറ്റിമീറ്റർ? ഇവിടെ ഒരു റൈറ്റ് ആംഗിൾഡ് ഐസോസ്ലസ് ട്രയാങ്കിൾ. ഐസോസ്ലസ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ സമപാർശ്വ ത്രികോണം. റൈറ്റ് ആംഗിൾഡ് ആയതുകൊണ്ട് സമപാർശ്വ മട്ടത്രികോണം. അതായത് രണ്ട് വശങ്ങൾക്ക് തുല്യ നീളമുള്ള മട്ടത്രികോണം. അതിൻ്റെ വലിയ വശത്തിൻ്റെ നീളം 2 സെൻറ്റിമീറ്ററും. അപ്പോൾ രണ്ട് വശങ്ങൾക്ക് തുല്യ നീളം, ഇത് വലിയ വശം. അപ്പോൾ വലിയ വശം എന്ന് പറയുന്നത് ഹൈപ്പോട്ടന്യൂസ് ആയിരിക്കും, കാരണം അതാണ് 2 സെൻറ്റിമീറ്റർ നൽകിയിരിക്കുന്നത്. അപ്പോൾ ഈ ത്രികോണത്തിൻ്റെ, ഇതൊരു മട്ടത്രികോണമാണ്, ഈ കോൺ 90 ഡിഗ്രി. ഈ മട്ടത്രികോണത്തിൻ്റെ പരപ്പളവ് അഥവാ ഏരിയ കണ്ടുപിടിക്കണം. അപ്പോൾ ത്രികോണത്തിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള സൂത്രവാക്യം ½ ആണ്. ½ അപ്പോൾ ബി ഈ വശമായിരിക്കും, എച്ച് ഇതും. ഈ രണ്ട് അളവുകൾ കിട്ടിയാലേ നമുക്ക് ഇതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. A = ½ ഈ രണ്ട് അളവുകൾ എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. നോക്കുക, രണ്ട് വശങ്ങൾ തുല്യമാണ്. കർണം ഏതായാലും മറ്റു വശങ്ങളോട് തുല്യമാവില്ല. അപ്പോൾ പിന്നെ ഇത് രണ്ടുമാണ് തുല്യമായ വശങ്ങൾ. വലിയ വശം കർണവും. ഈ രണ്ട് വശങ്ങൾ തുല്യമാണ്. ഈ രണ്ട് വശങ്ങൾ തുല്യമാണെങ്കിൽ അവയ്ക്കെതിരെയുള്ള കോണുകളും തുല്യമായിരിക്കുമല്ലോ. ഒരു കോൺ 90 ഡിഗ്രി എന്ന് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ മറ്റ് രണ്ട് കോണുകളും തുല്യമായതുകൊണ്ട് രണ്ടെണ്ണം കൂടെ കൂട്ടിയാലും 90 ഡിഗ്രി കിട്ടണം. അപ്പോൾ ഇത് രണ്ടും 45 ഡിഗ്രി വീതമായിരിക്കും. ഈ രണ്ട് കോണുകളും 45 ഡിഗ്രി. എന്നാലേ 3 കോണും കൂടെ കൂട്ടുമ്പോൾ 180 ആവുള്ളൂ. അപ്പോൾ ഈ ത്രികോണത്തിലെ കോണുകളുടെ അളവുകൾ 45 ഡിഗ്രി, 45 ഡിഗ്രി, 90 ഡിഗ്രി എന്നാണ്. 45 ഡിഗ്രി, 45 ഡിഗ്രി, 90 ഡിഗ്രി കോണളവുള്ള ഒരു മട്ടത്രികോണത്തിൻ്റെ വശങ്ങൾ 1:1:√2 എന്ന അംശബന്ധത്തിലാണ്. ഇത് നമ്മൾ സ്കൂൾ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളൊരു കാര്യമാണ്. 45 ഡിഗ്രി, 45 ഡിഗ്രി, 90 ഡിഗ്രി അളവുള്ള മട്ടത്രികോണത്തിൻ്റെ വശങ്ങൾ 1:1:√2 എന്ന അംശബന്ധത്തിലാണ്. ഇതിലെ 1, ആദ്യത്തെ 1 ഇവിടെ സൂചിപ്പിക്കുന്നു, അടുത്ത 1 ഈ സൈഡിലും, ഇത് √2 അങ്ങനെയാണ് വരിക. 90 ഡിഗ്രിക്ക് എതിരെയുള്ള വശമാണ് √2 കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഈ 1:1:√2 എന്ന അംശബന്ധത്തിലാണ് വശങ്ങളെങ്കിൽ ആ വശങ്ങളുടെ നീളങ്ങൾ നമുക്ക് 1x √2x എന്നെടുക്കാം. ഈ √2x ആയിരിക്കും ഇതിലെ വലിയ വശം. അതാണ് നമുക്ക് 2 എന്ന് നൽകിയിരിക്കുന്നത്. അപ്പോൾ √2x = 2 എന്ന് നമുക്കെടുത്ത് ഇതിൽ നിന്ന് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. ഓർക്കുക, √2x = 2 ആണെങ്കിൽ എക്സ് എത്ര വരും? 2/√2 വരും. 2നെ √2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? √2 തന്നെയാണ് കിട്ടുക, കാരണം √2ൻ്റെ സ്ക്വയർ ആണ് 2. അപ്പോൾ 2നെ √2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ √2 കിട്ടും. അപ്പോൾ എക്സിൻ്റെ വാല്യൂ കിട്ടി √2. എക്സിൻ്റെ വാല്യൂ √2 കിട്ടിയാൽ നമുക്ക് ഓരോ വശങ്ങളുടെ നീളങ്ങൾ കിട്ടും. 1x എത്ര വരും? 1 × √2, അതായത് ഇത് √2 സെൻറ്റിമീറ്റർ വരും. ഇതും √2 സെൻറ്റിമീറ്റർ ആയിരിക്കും. അടുത്ത ഓൾറെഡി 2 സെൻറ്റിമീറ്റർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ബിയുടെ വാല്യൂ ഇത് √2 സെൻറ്റിമീറ്റർ ആണ്. ഈ വശവും √2 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ബി വെച്ച് നമുക്ക് കിട്ടി. ഇനി ഏരിയ കണ്ടുപിടിക്കാം. അതായത് 2/1 × √2 × √2.
റൂട്ട് 2 ഇൻറ്റു റൂട്ട് 2 എത്രയാണ്? റൂട്ട് 2ൻ്റെ സ്ക്വയർ, അഥവാ 2 ആണ്. അപ്പോൾ ദിസ് ഈക്വൽ ടു 1/2 ഇൻറ്റു 2 എന്ന് വരും. 2 ഇൻറ്റു ക്യാൻസലായിട്ട് ഉത്തരം 1. അപ്പോൾ ഏരിയ 1 സെൻറ്റിമീറ്റർ സ്ക്വയർ വരും. ശരി ഉത്തരം ഓപ്ഷൻ സി. The expression 7 raised to n minus 3 raised to n, where n belongs to n, is always divisible by dash. അപ്പോൾ 7 raised to n minus 3 raised to n ഈ എക്സ്പ്രഷനെ എല്ലായ്പ്പോഴും ഡിവൈഡ് ചെയ്യാവുന്നത് ഈ താഴെ തന്നിരിക്കുന്ന ഏത് സംഖ്യ കൊണ്ടാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഇത് കണ്ടുപിടിക്കാനുള്ള എളുപ്പമാർഗം എന്നിന് പകരം n നാച്ചുറൽ നമ്പേഴ്സ് ആണെന്ന് നൽകിയിട്ടുണ്ട്. എന്നിന് പകരം നമുക്ക് ഒരു നമ്പർ ഇട്ട് കൊടുക്കുക, ഒരു നാച്ചുറൽ നമ്പർ കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ വാല്യൂ ഇവാലുവേറ്റ് ചെയ്തിട്ട് ഈ തന്നിരിക്കുന്നതിൽ ഏത് സംഖ്യ കൊണ്ടാണ് അതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കുക. നമുക്ക് നോക്കാം. എന്നിന് പകരം 1 കൊടുത്തു കഴിഞ്ഞാൽ ഇതെന്താവും? 7 raised to 1 minus 3 raised to 1. ദാറ്റ് ഈസ് 7 minus 3 എന്ന് വരും, അല്ലെങ്കിൽ 4. 4നെ ഡിവൈഡ് ചെയ്യാവുന്ന ഒറ്റ സംഖ്യ ഇതിനകത്തുള്ളൂ, 4 മാത്രം. അപ്പോൾ 7 raised to n minus 3 raised to n എല്ലായ്പ്പോഴും ഡിവൈഡ് ചെയ്യാവുന്നത് 4 കൊണ്ടായിരിക്കും. ശരി ഉത്തരം ഓപ്ഷൻ സി 4. Find the value of root 75 plus root 147 by root 3. ഓർക്കുക, നമുക്കിവിടെ റൂട്ട് 75 പ്ലസ് റൂട്ട് 147 ബൈ റൂട്ട് 3യുടെ വാല്യൂ കാണണം. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഒക്കെ ശ്രദ്ധിക്കുക, എല്ലാം പൂർണ്ണസംഖ്യകളാണ്, ഇറാഷണൽ നമ്പേഴ്സ് ആയിട്ട് ഒന്നുമില്ല. പക്ഷേ ഇവിടെ ഛേദത്തിൽ റൂട്ട് 3 ഇറാഷണൽ നമ്പർ ഉണ്ട്. അപ്പോൾ ആ ഇറാഷണൽ നമ്പർ റൂട്ട് 3 ക്യാൻസൽ ആകുന്ന രീതിയിൽ അംശത്തിനെ നമുക്കൊന്ന് മാറ്റി എഴുതണം. അതായത് അംശത്തിനെ റൂട്ട് 3യുടെ മൾട്ടിപ്പിൾ ആയിട്ട് എഴുതിയാലേ ഈ ഛേദത്തിലെ റൂട്ട് 3 പോവുള്ളൂ. അപ്പോൾ ആ രീതിയിൽ എഴുതാൻ പറ്റുമെന്ന് നോക്കുക. ഈ 75 എന്നുള്ളത് 25 ഗുണം 3 ആണ്. മാത്രമല്ല 25 പെർഫെക്റ്റ് സ്ക്വയറുമാണ്. അപ്പോൾ നമുക്കതിനെ 25 ഗുണം 3 റൂട്ട് ഓഫ് 25 ഗുണം 3 എന്ന് എഴുതാം. പ്ലസ് അതുപോലെ 147നെയും ഏതെങ്കിലും ഒരു സംഖ്യാ ഗുണം, ഒരു പെർഫെക്റ്റ് സ്ക്വയർ ഗുണം 3 എന്ന് എഴുതാൻ പറ്റുമെന്ന് നോക്കുക. 49 ഗുണം 3 ആണ് 147 ബൈ റൂട്ട് 3. ഈ 25 പെർഫെക്റ്റ് സ്ക്വയർ ആണ്, അതുകൊണ്ട് അതിൻ്റെ സ്ക്വയർ റൂട്ട് നമുക്ക് പുറത്തോട്ട് എടുക്കാം. അതിൻ്റെ സ്ക്വയർ റൂട്ട് പുറത്തോട്ട് എടുക്കുമ്പോൾ 25ൻ്റെ സ്ക്വയർ റൂട്ട് 5 റൂട്ട് 3 എന്ന് ആദ്യത്തെ സംഖ്യ വരും. പ്ലസ് ഇതോ 49ൻ്റെ സ്ക്വയർ റൂട്ട് 7 റൂട്ട് 3 എന്ന് വരും ബൈ റൂട്ട് 3. 5 റൂട്ട് 3 7 റൂട്ട് 3 കൂടെ കൂട്ടിയാൽ 12 റൂട്ട് 3. 12 റൂട്ട് 3 ബൈ റൂട്ട് 3 എന്നാവും. റൂട്ട് 3 ക്യാൻസൽ ചെയ്ത് ഉത്തരം നമുക്ക് 12 എന്ന് കിട്ടും. അപ്പോൾ ശരി ഉത്തരം ഓപ്ഷൻ എ 12. If the probability of hitting a target is 5/7, then what is the probability of missing the target? ഒരു ടാർജറ്റിൽ ഹിറ്റ് ചെയ്യാനുള്ള സാധ്യത 7/5 ആണെങ്കിൽ ഹിറ്റ് ചെയ്യാതിരിക്കാനുള്ള സാധ്യത എത്രയെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഹിറ്റ് ചെയ്യുക എന്നുള്ള ഇവൻ്റെ നമുക്ക് എ എന്നെടുത്താൽ പി ഓഫ് എ സമം 7/5 എന്നെടുക്കാം. അങ്ങനെയെങ്കിൽ ഹിറ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളത് ഇവൻ്റെ എ കോംപ്ലിമെൻ്റ് ആണ്. അതായത് പി ഓഫ് എ കോംപ്ലിമെൻ്റ് ആണ് കാണേണ്ടത്. പി ഓഫ് എ കോംപ്ലിമെൻ്റ് ഈക്വൽ ടു 1 മൈനസ് പി ഓഫ് എ ആണ്. അതായത് ഹിറ്റ് ചെയ്യാനുള്ള സാധ്യത 7/5 ആണെങ്കിൽ ഹിറ്റ് ചെയ്യാതിരിക്കാനുള്ള സാധ്യത 1 മൈനസ് 7/5 ആയിരിക്കും. 1 മൈനസ് 7/5. ഇനി 1ൽ നിന്ന് ഒരു ഫ്രാക്ഷൻ കുറയ്ക്കാനൊരു എളുപ്പമാർഗ്ഗമുണ്ട്. 1 കൊണ്ട് 7നെ ഗുണിക്കുക, 7 7ൽ നിന്ന് അംശമായ 5 കുറയ്ക്കുന്നു. 7ൽ നിന്ന് 5 കുറച്ച് 2 അംശമായിട്ട് എഴുതുക, ഛേദമായിട്ട് 7 തന്നെ. അതായത് 7/2. ഓർക്കുക, 1 കൊണ്ട് ഈ പൂർണ്ണസംഖ്യ കൊണ്ട് ഇവിടുത്തെ ഛേദത്തിനെ ഗുണിക്കുന്നു. അപ്പോൾ 7 ആ ഗുണനഫലത്തിൽ നിന്ന് അംശമായ 5 കുറയ്ക്കുക, അപ്പോൾ 2 കിട്ടും. ആ 2 അംശമായിട്ട് എഴുതുന്നു, ഛേദമായിട്ട് 7 തന്നെ. 7/2. അപ്പോൾ ടാർജറ്റിൽ കൊള്ളാതിരിക്കാനുള്ള സാധ്യത, ഹിറ്റ് ചെയ്യാതിരിക്കാനുള്ള സാധ്യത 7/2 ആണ്. ശരി ഉത്തരം ഓപ്ഷൻ എ 7/2.